നമസ്കാരം ഫ്രണ്ട്സ്. സോ കുറെ ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിക്കുന്നത് ഇപ്പൊ കാറ്റ് കഴിഞ്ഞു, സാറ്റ് കഴിഞ്ഞു, ഇനി എന്തൊക്കെ എക്സാം എഴുതാം, അല്ലെങ്കിൽ ഇനി എന്തൊക്കെയാണ് എന്റെ ഓപ്ഷൻസ് ടു ഗെറ്റ് ഇൻ ടു എ ഡീസെന്റ് ഇനഫ് ബി സ്കൂൾ. ടു ബി വെരി ഓണസ്റ്റ്, കാറ്റ്, സാറ്റ് ആൻഡ് സ്നാപ്പ് കഴിഞ്ഞാൽ പിന്നെ എൻമാറ്റ് ഇത്തവണ കട്ട് ഓഫ് വളരെയധികം കുറച്ചിട്ടുണ്ട്. 209 മാർക്ക് ഉള്ളവർക്ക് വരെ പോയിട്ട് അവരുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് ചെയ്യാൻ പറ്റും, വിച്ച് മീൻസ് ലൈക്ക് ദർ ഇസ് എ ചാൻസ് ലൈക്ക് ഇനിയും നിങ്ങൾക്ക് കയറാൻ പറ്റും. പിന്നെ മൈക്കാറ്റ് ഉണ്ട്. മൈക്കാറ്റിൽ കാറ്റ് സാറ്റ് വേണം, അതിന്റെ കൂടെ മൈക്കാറ്റും എഴുതണം. അപ്പൊ എന്തൊരു കമ്പൈൻഡ് സ്കോർ ഒക്കെ വെച്ചിട്ടാണ് അവർ ഇന്റർവ്യൂ കോൾ കൊടുക്കുന്നത്. അപ്പൊ ഇതൊക്കെ ഒഴിച്ച് നിർത്തി കഴിഞ്ഞാൽ ആക്ച്വലി ടോപ്പ് ബി സ്കൂൾ, ടിയർ 1 ബി സ്കൂൾ സ്വപ്നം പിന്നെ ഇവിടെ അവസാനിക്കുന്നുണ്ട്. അതായത് ശരിക്കും പറഞ്ഞാൽ ഇഫ് യു വോണ്ട് ടു ഗെറ്റ് ഇൻ ടു എ ടോപ്പ് 20 ബി സ്കൂൾ, that will give you like say ഒരു 20 to 30 LPA sort of packages, which is like ABC, SPG and XLR in the range of 30, 32, 35. ആൻഡ് LKI, പിന്നെ മുംബൈ SPJ ഒരു പരിധി വരെ, പിന്നെ MDI, IAFT, IA മുംബൈ, ഷില്ലോങ്, ഇതൊക്കെ ഒരു 25 to 30 റേഞ്ചിലൊക്കെ കിട്ടുന്നതും, പിന്നെ കുറച്ച് ഈ പറയുന്ന NMIMS അല്ലെങ്കിൽ ഇപ്പം അങ്ങനെയുള്ള കുറച്ച് ബി സ്കൂൾസ്, അല്ലെങ്കിൽ SIBM പൂനെ, SEMHRD ഇതുപോലുള്ള കുറച്ച് ബി സ്കൂൾസ് എടുത്തു കഴിഞ്ഞാൽ അപ്പൊ അതൊക്കെ ശരിക്കും ഒരു 20 to 25 lakhs ഒക്കെ പാക്കേജ് കിട്ടുന്ന, അത് കയറാനുള്ള ഇനിയുള്ള വഴി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നെക്സ്റ്റ് ഇയർ ഒന്നുകൂടെ ട്രൈ ചെയ്യുക. സോ ഇഫ് യു ബാഡ്ലി വോണ്ട് ടു ഗെറ്റ് ഇൻ ടു എ ടോപ്പ് ടയർ ടോപ്പ് 20 ബി സ്കൂൾ വേർ tier 1 companies come in for their tier 1 jobs, tier 1 job roles, and top tier companies open their case competitions, then നിങ്ങൾക്ക് ഇനി എഴുതാനുള്ള എക്സാംസ് കുറവാണ്. നിങ്ങൾ എഴുതിയ എക്സാം വെച്ച് ഇനിയും ഓപ്പൺ ആയിട്ടുള്ള കോളേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ തിങ്ക് ബിറ്റ്സോം ക്ലോസ് ആയെന്ന് തോന്നുന്നു ഇന്ന്. സോ ജസ്റ്റ് ഹാവ് എ ലുക്ക്. പിന്നെ നിങ്ങൾക്ക് നോക്കാൻ പറ്റുന്നത് ISBയുടെ YLP പ്രോഗ്രാം. ഇഫ് യുവർ വർക്ക് എക്സ്പീരിയൻസ് വിൽ ബി ലെസ് ദാൻ 2 years ബൈ ജൂൺ ഓഫ് 2025, you can consider ISBയുടെ 2-year MBA program which they are starting this year, which is also a tier 1 MBA program. Like it will be at least as good as LKI and the placements കാര്യങ്ങളും ഒക്കെ. ബി സ്കൂൾ ഓൾറെഡി ലെഗസി ബി സ്കൂൾ ആണ്. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഫോർ ദി വൺസ് ഹു വോണ്ട് ടു കൺസിഡർ എ tier 2 decent MBA program with decent brand, good ROI പോലത്തെ ഒരു സംഭവമാണെങ്കിൽ അവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ ഉള്ളത്. ഐ എം ഗോയിങ് ടു ടോക്ക് അബൌട്ട് ബിറ്റ്സ് എന്ന് പറയുമ്പോൾ ഞാൻ ബിറ്റ്സോം എന്ന് പറഞ്ഞിട്ട് ഒരു ബി സ്കൂളിനെ കുറിച്ച് ഈ ഒരുപാട് വീഡിയോസ്, 1-2 വീഡിയോസ് ചെയ്തിരുന്നു. ഞാൻ ഒരുപാട് പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ബി സ്കൂളാണ്. വൈ? ബിക്കോസ് ഐ ഫീൽ ലൈക്ക് ബിറ്റ്സോം ഹാസ് ഗോട്ട് ലൈക്ക് സം സീരിയസ് പൊട്ടൻഷ്യൽ. അവർ വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ tier 1 IIMസിന്റെയും അല്ലെങ്കിൽ tier 1 ബി സ്കൂൾസിന്റെ അത്രയധികം പ്ലേസ്മെന്റ്സ് കൊണ്ടുവരികയും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടീച്ചിങ് പെഡഗോജി കാര്യങ്ങളൊക്കെ കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട്. ബട്ട് ദിസ് ഈസ് ദർ മുംബൈ ക്യാമ്പസ്. ബിറ്റ്സിന്റെ പുതിയ ഇനിഷ്യേറ്റീവ് ആണ് ബിറ്റ്സോം എന്ന് പറയുന്നത്. ഇനി ബിറ്റ്സ് ട്രഡീഷണലി അവർ എഞ്ചിനീയറിംഗ് എഡ്യൂക്കേഷനിലാണ് ഏറ്റവും പോപ്പുലർ ആയിട്ട് നിൽക്കുന്നത്. ബിറ്റ്സ് എന്ന് പറയുന്നത് ബിറ്റ്സ് പിലാനിയും ബിറ്റ്സ് ഗോവ ക്യാമ്പസ്, അങ്ങനെ ഒരു 2-3 ക്യാമ്പസസ് അവർക്കുണ്ട്. ഇപ്പൊ എഞ്ചിനീയറിംഗിൽ നോക്കുകയാണെങ്കിൽ IITസിന്റെ ഒപ്പം നിൽക്കുന്ന ഒരു എഞ്ചിനീയറിംഗ് കോളേജാണ് ബിറ്റ്സ് എന്ന് പറയുന്നത്. ഇറ്റ്സ് വേ ബെറ്റർ ദാൻ ഓൾ ദി NITs. ആൻഡ് ഞാൻ എന്റെ പേഴ്സണലി ഇത് വെച്ചിട്ടാണെങ്കിൽ IITസിനെക്കാളും ബെറ്റർ ആയിട്ടാണ് ഞാൻ ബിറ്റ്സ് പിലാനിയൊക്കെ റെക്കമെൻഡ് ചെയ്യുക. വൈ? ബിക്കോസ് അവര് കംപ്ലീറ്റ്ലി ഒരു ട്രഡീഷണൽ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ നിന്ന് മാറിയിട്ട് ഇപ്പം 0 അറ്റൻഡൻസ് പോളിസിയാണ് അവരുടെ എല്ലാ കോഴ്സസിനും. പിന്നെ ഇപ്പൊ നിങ്ങൾക്ക് ബിടെക് ആണെങ്കിൽ 3.5 വർഷം കൊണ്ട് തീർക്കാം, 5 വർഷം കൊണ്ട് തീർക്കാം. അപ്പൊ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് കൂടുതൽ സബാറ്റിക്കൽ എടുക്കാൻ വേണമെങ്കിൽ സ്റ്റാർട്ടപ്പ് ചെയ്യാം. അതിനുള്ള ഇൻക്യുബേറ്റേഴ്സ് ഉണ്ട്. ക്വിസ് അല്ലെങ്കിൽ ഓപ്പൺ ബുക്ക് എക്സാം അങ്ങനത്തെയാണ്. നമ്മുടെ ട്രഡീഷണൽ പെൻ ആൻഡ് പേപ്പർ ഇതല്ല. അവിടെ എഞ്ചിനീയറിംഗിൽ ലാബില് റെക്കോർഡ് എന്ന് പറയുന്നത് വളരെ മോശമായിട്ടുള്ള, അതായത് എനിക്ക് തീരെ ഇതുവരെ എന്തിനാണെന്ന് മനസ്സിലാവാത്ത പോലത്തെ അറുപഴഞ്ചൻ പ്രാക്ടീസുകൾ ഇപ്പോഴും പെൻ ആൻഡ് പേപ്പറിൽ എഴുതുന്ന സാധനങ്ങളൊക്കെ അവരുടെ അടുത്ത് കംപ്ലീറ്റ്ലി ദൂരെ കളഞ്ഞിട്ടുണ്ട്. സ്റ്റുഡൻസിന് വേണമെങ്കിൽ ക്ലാസ് അറ്റൻഡ് ചെയ്യാം, അവർക്ക് ഇൻട്രസ്റ്റ് ഉള്ള ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യാം, അവർക്ക് ഇൻട്രസ്റ്റ് ഉള്ള എലക്ടീവ്സ് എടുക്കാം, അവർക്ക് വേണ്ട ഫ്ലെക്സിബിൾ ടൈമിൽ എടുക്കാം. അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങളൊക്കെ വെച്ചിട്ട് വളരെ അടിപൊളിയായിട്ടാണ് അവർ ബിടെക് ഒക്കെ കൊണ്ടുപോയിട്ടുള്ളത്. പാക്കേജസ് നോക്കുകയാണെങ്കിലും സ്റ്റെല്ലാർ പ്ലേസ്മെന്റ്സ് ആണ് അവരുടെ ബിടെക്കിന് ഉണ്ടാവാറുള്ളത്. ആൻഡ് ബിറ്റ്സിൽ ഒരു 5 വർഷം മുന്നേ അധികം ആർക്കും അറിയാത്തൊരു MBA പ്രോഗ്രാം ഉണ്ട്. ഈ MBA എന്ന് പറയുന്നത് ഇറ്റ്സ് പ്യൂർലി ആൻ MBA ഇൻ ബിസിനസ് അനലിറ്റിക്സ്. അവരുടെ ബിറ്റ്സിന്റെ നോർമൽ MBA എന്ന് പറയുന്നത് ബിറ്റ്സോമിൽ കൊടുക്കുന്ന MBA ആണ്. ദാറ്റ്സ് അണ്ടർ ലീഗ്. അതിനെക്കുറിച്ച് വീഡിയോ ഓൾറെഡി യൂട്യൂബിൽ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ പോയി കാണാം. പക്ഷെ ഈ ബിറ്റ്സിൽ നടക്കുന്ന MBA ബിസിനസ് അനലിറ്റിക്സ് പ്രോഗ്രാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏതാണ്ട് ഒരു 10-80 സ്റ്റുഡൻസിനോളം ഇൻടേക്ക് ഉള്ള, ഒരു 10-30-40% ജെൻഡർ ഡൈവേഴ്സിറ്റി ഉള്ള, അത്യാവശ്യം നല്ല ROI ഉള്ള, അതായത് ഒരു 10-13-15 ലക്ഷം രൂപ ഫീസ് വരില്ല, എന്നാൽ ഒരു 10-17-18 ലക്ഷം രൂപ വരെ പാക്കേജ് ഏൺ ചെയ്യാനുള്ള പൊട്ടൻഷ്യൽ ഉള്ള ഒരു MBA പ്രോഗ്രാമാണ് ഈ ബിറ്റ്സിന്റെ MBA പ്രോഗ്രാം.
ഇനി ഇവിടുത്തെ കരിക്കുലം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ യൂഷ്വൽ ഇപ്പൊ IIMസിലേക്കുള്ള ട്രൈമസ്റ്റർ സിസ്റ്റം അല്ല, ചില ബി സ്കൂളിലൊക്കെ ഉള്ള പോലത്തെ സെമിസ്റ്റർ സിസ്റ്റം ആണ്, വിച്ച് ഇസ് ലൈക്ക് 4 സെമിസ്റ്റർ ആയിരിക്കും എൻ്റെ ബിടെക് കോഴ്സസ്. നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് 2 ടേംസിൽ നിങ്ങൾക്ക് കോമൺ പേപ്പേഴ്സ് ഉണ്ടാവും. ഈവൻ ദോ ഇറ്റ്സ് എ ബിസിനസ് അനലിറ്റിക്സ് പേപ്പർ, യു വിൽ ബി ഹാവിംഗ് ബേസിക്സ് ഓഫ് മാർക്കറ്റിംഗ്, ഫിനാൻസ് ഒക്കെ ഉണ്ടാവും. Then you will also have to learn like basic codings, which is like Python, R ഒക്കെ പഠിക്കേണ്ട ആവശ്യം ഉണ്ടാവും, ഡെഫിനറ്റ്ലി ബിക്കോസ് യു ആർ ഇൻ ടു അനലറ്റിക്സ്. പക്ഷേ ഇത് നമ്മളുടെ PGDBA, IIM കൽക്കട്ട, IIT ഖരഗ്പൂർ, ISIയുടെ പറഞ്ഞ പോലെ അത്ര ഹെക്റ്റിക് ആയിട്ടുള്ള ഒരു MBA പ്രോഗ്രാം അല്ല. അക്കാഡമിക്കലി കുറച്ചുകൂടെ ലൈറ്റ് ആണ്. ആൻഡ് നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നോൺ എഞ്ചിനീയറിനോ വർക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്കോ ഉൾപ്പെടെ അപ്ലൈ ചെയ്യാനും അവർക്ക് പിക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഫ്രം സ്ക്രാച്ച്, ഫ്രം ബേസ് ആണ് ഈ സാധനം എടുക്കുന്നുള്ളത്. ബി സ്കൂളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബിസിനസ് അനലിറ്റിക്സിൽ തന്നെയാണ് ഈ പറഞ്ഞ പ്ലേസ്മെന്റ്സ് വരുന്നത്. അപ്പൊ ബിസിനസ് അനലിറ്റിക്സിലെ പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒന്ന് പ്യൂർ അനലിസ്റ്റ് ആയിട്ട് ഉണ്ടാവാം, അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ മാർക്കറ്റിംഗ് അനലിസ്റ്റ്, ഫിനാൻഷ്യൽ അനലിസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് മൾട്ടിപ്പിൾ റോൾസിലുള്ള ഒരുപാട് സാധനങ്ങൾ ചെയ്യാൻ പറ്റും ശരിക്കും പറഞ്ഞാൽ. ഇനി കോളേജിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നിയ ഒരു സാധനം എന്ന് പറഞ്ഞാൽ എഗെയിൻ ഇവിടെയും അറ്റൻഡൻസ് പോളിസി ഇല്ല, അക്കാഡമിക്കലി കുറച്ചുകൂടെ ലൈറ്റർ ആണ്. സെപ്പറേറ്റ് നിങ്ങൾക്ക് ഒരു ഡിപ്പാർട്ട്മെന്റ് അതിൻ്റെതായ നിങ്ങളുടെ ഇൻഫ്രാസ്ട്രക്ചർ ഒക്കെ ഉണ്ട്. അവിടെ ബിറ്റ്സില് അവിടുത്തെ ബിടെക് സ്റ്റുഡൻസിന് തന്നെ കൊടുക്കുന്നത് വേൾഡ് ക്ലാസ് ഫെസിലിറ്റീസ് ആണ് ഇൻ ടേംസ് ഓഫ് ഹോസ്റ്റൽ ഫുഡ് ഒക്കെ. അപ്പൊ അതെല്ലാം നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. ഇത് പിലാനി ക്യാമ്പസിലാണ് ഈ ഒരു പ്രോഗ്രാം നടക്കുന്നുള്ളത്. ഫസ്റ്റ് 3 ടേംസ്, അതായത് ഫസ്റ്റ് 2 ടേംസ് കഴിഞ്ഞാൽ, 2 ടേംസ് അല്ല 2 സെമസ്റ്റേഴ്സ് കഴിഞ്ഞാൽ തേർഡ് സെമസ്റ്ററിൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് എലക്ടീവ്സ് എടുക്കാൻ പറ്റും. അപ്പോൾ എലക്ടീവ്സ് നിങ്ങൾ ക്രെഡിറ്റ് കംപ്ലീറ്റ് ചെയ്താൽ മതി MBAയുടെ. സോ നിങ്ങൾ സെക്കൻഡ് സെമസ്റ്ററിൽ കൂടുതൽ ക്രെഡിറ്റ്സ് എടുത്തു കഴിഞ്ഞാൽ തേർഡ് സെമസ്റ്ററിൽ നിങ്ങൾക്ക് കുറച്ച് ക്രെഡിറ്റ് എടുക്കാം. ഇൻട്രസ്റ്റിംഗ് ഫാക്ട് ഈസ് ലൈക്ക് യൂഷ്വലി ബി സ്കൂൾസിലുള്ള 2 മന്ത് ഇന്റേൺഷിപ്പ്, സമ്മർ ഇന്റേൺഷിപ്പ് ഇവിടെയുണ്ട്. അത് നിങ്ങൾക്ക് ഈ പറയുന്ന പ്ലേസ്മെന്റ് കമ്മിറ്റിയൊക്കെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവും പറഞ്ഞ്. പക്ഷേ നിങ്ങളുടെ ലാസ്റ്റ് 6 മാസം എന്ന് പറയുന്നത് ഇറ്റ്സ് സംതിങ് കോൾഡ്, അവിടെ ഒരു പ്രൊജക്ട് സ്കൂൾ എന്നാണ് അവരതിൽ പറയുന്നത്. പ്രൊജക്ട് സ്കൂൾ എന്ന് പറയുമ്പോൾ പ്രൊജക്ട് സ്കൂൾ എന്നാണെന്നാണ് എൻ്റെ വിശ്വാസം. അതിന്റെ ടെർമിനോളജി കറക്റ്റ് ആണെന്ന് അറിയില്ല. ബേസിക്കലി യു വിൽ ബി വർക്കിംഗ് വിത്ത് എ കോർപ്പറേറ്റ്, ഒരു ഇന്റേൺഷിപ്പ് പോലെ ചെയ്യുന്നുണ്ടാവും. ഇതും അവർ ഓൾമോസ്റ്റ് 100% സ്റ്റുഡൻസിനെ അവർ സപ്പോർട്ട് ചെയ്യുന്ന, അവർ തന്നെ കമ്പനി റെഡിയാക്കി കൊടുക്കും. അപ്പൊ നിങ്ങൾക്ക് ഒരു 6 മാസത്തെ പ്രോപ്പർ ഇൻഡസ്ട്രിയൽ എക്സ്പോഷറും കൂടെ ഈ 2 ഇയർ MBAയിൽ കിട്ടിയിട്ടാണ് നിങ്ങൾ ഇറങ്ങുന്നത്. ആൻഡ് വരുന്ന കമ്പനീസ് നോക്കിയാൽ ഇപ്പം ടാറ്റ ക്യാപിറ്റൽ മാർക്കറ്റ്സും കുറച്ച് അധികം അത്യാവശ്യം ഡീസെന്റ് ആയിട്ടുള്ള കമ്പനീസ് വരുന്നുണ്ട്. ആൻഡ് പ്ലേസ്മെന്റ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒബ്വിയസ്ലി ഇപ്പൊ മാർക്കറ്റ് ഒരു മോശം അവസ്ഥയിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം ഒരു 4-5 കുട്ടികൾക്ക് പ്ലേസ്മെന്റ്സ് ക്യാമ്പസിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായില്ല, ബാക്കി എല്ലാവർക്കും പ്ലേസ്മെന്റ്സ് കിട്ടുന്നുണ്ടായി, വിച്ച് മീൻസ് ഇറ്റ്സ് ഗുഡ്. ഇറ്റ്സ് ആക്ച്വലി ഗുഡ്. കാരണം ഇത്രയും ആൾക്കാർക്ക് പ്ലേസ്മെന്റ് കിട്ടാതിരിക്കുന്ന ഇൻ ദിസ് മാർക്കറ്റ് സെനാരിയോ ഇസ് നോട്ട് ദാറ്റ് ബാഡ്. ആൻഡ് ഈ 5 പേർക്ക് ജീവിതത്തിൽ ഒരിക്കലും പ്ലേസ്മെന്റ് കിട്ടില്ല എന്നല്ല, അവർ ഓഫ് ക്യാമ്പസ് എല്ലാം കണ്ടുപിടിച്ചിട്ടുണ്ടാവും. ഡെഫിനറ്റ്ലി ദേ വിൽ ഡു ദാറ്റ്. ബിറ്റ്സിന്റെ ബ്രാൻഡിന്റെ ഒരു പുള്ളുണ്ട്, അവരുടെ അലൂമിനി പുള്ള് ഉണ്ട്. പിന്നെ ഇവർക്ക് സ്വന്തമായിട്ട് ഒരു മാനേജ്മെന്റ് ഫെസ്റ്റ് അവർ നടത്തുന്നുണ്ട്. ആൻഡ് ദെൻ ക്ലബ്സ് നോക്കുകയാണെങ്കിൽ മാർക്കറ്റിംഗ് ക്ലബ്, ഫിനാൻസ് ക്ലബ്, അങ്ങനത്തെ ക്ലബ്ബുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ചെറിയൊരു കൊഹോട്ടാണ്, 80 സ്റ്റുഡൻസിന്റെ ഒരു കൊഹോട്ടാണ്. ആൻഡ് ഇഫ് യു ആർ ഇൻ ടു ബിസിനസ് അനലിറ്റിക്സ് ഓർ ഇഫ് യു വാണ്ട് ടു ട്രൈ യുവർ ഹാൻഡ് ഇൻ ബിസിനസ് അനലിറ്റിക്സ് ആൻഡ് നിങ്ങൾക്ക് അവിടെ പോയിട്ട് നല്ല രീതിയിൽ വർക്ക് ചെയ്ത ഒരു ടോപ്പ് 20%, അതായത് 80 പേരുടെ ബാച്ചിൽ ടോപ്പ് 20% എത്താൻ അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അതായത് നിങ്ങൾക്ക് ഈസിലി ഒരു ടോപ്പ് 16, ടോപ്പ് 15 എത്താൻ പറ്റും ബാച്ചിൽ. നിങ്ങൾ അങ്ങനെ പെർഫോം ചെയ്യാണ്. ഞാൻ പറയുന്ന അക്കാഡമിക്കലി മാത്രമല്ല, ഇൻ ടേംസ് ഓഫ് ആക്ടിവിറ്റീസ്, ക്ലബ്സ് ഒക്കെ എല്ലാത്തിനും കോമ്പറ്റീഷൻ വളരെ കുറവായിരിക്കുമല്ലോ. അതായത് when it's a smaller cohort, you should make use of these opportunities. ഒരു 600 പേരുള്ള ഒരു IIM ബാംഗ്ലൂരിലോ ഇൻഡോറിലോ കോഴിക്കോടിലോ പോകുന്ന പോലെ അല്ല, അല്ലെങ്കിൽ ഒരു 900 പേരുള്ള NMIMS പോകുന്ന പോലെ അല്ല. ഇവിടെ പോകുമ്പോൾ യു വിൽ ബി ഹാവിംഗ് മോർ ഹാൻഡ്സ് ഓൺ ദി ഓപ്പർച്യൂണിറ്റീസ് അവൈലബിൾ. സോ അത് നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുകയാണെങ്കിൽ ഐ തിങ്ക് ഇറ്റ്സ് എ ഡീസെന്റ് ഓപ്ഷൻ. ഇനി എങ്ങനെ ഇവിടെ കയറാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ കാറ്റ് സാറ്റ് ഒന്നും അല്ല എടുക്കുന്നത്. ബാറ്റ് എന്ന് പറയുന്ന ഒരു ബിർള ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, അവരുടെ ഒരു സെപ്പറേറ്റ് എക്സാം ആണ് നിങ്ങൾ എഴുതേണ്ടത്. അപ്പൊ അതിന്റെ രജിസ്ട്രേഷൻ ആസ് ഓഫ് നൗ ഓപ്പൺ ആണ്. ആൻഡ് വേണ്ട ആൾക്കാർ ഉടനെ പോയി രജിസ്റ്റർ ചെയ്യുക. ഇതിന്റെ ഒരു സിലബസ് പറയുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഇതൊരു എന്റെ കറക്റ്റ് ഈ ഒരു എക്സാമിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ്, അതായത് അവരുടെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ കിട്ടും. ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ വെബ്സൈറ്റിൽ നോക്കുക. ഇതില് ദർ ഇസ് എ പാർട്ട് A ആൻഡ് പാർട്ട് B ടു ദി എക്സാം. ആൻഡ് പാർട്ട് എയിലുള്ളത് ഒരുവിധം നമ്മുടെ കാറ്റ് പോലത്തെ, പക്ഷെ കാറ്റിനെക്കാളും ഒരുപാട് എളുപ്പമുള്ള ഒരു പേപ്പറാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഉള്ളത്. അപ്പം എത്രയാണ് ഇതിന് കട്ട് ഓഫ് വേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റില്ല. ഇറ്റ് ഡിപ്പെൻസ് ഓൺ ഹൗ മെനി പീപ്പിൾ അപ്ലൈ ഫോർ ഈ പറയുന്ന ഒരു പ്രോഗ്രാം. ആൻഡ് ഇറ്റ് ഓൾസോ ഡിപ്പെൻസ് ഓൺ എത്രയാണ് അവരുടെ ഒരു വന്ന പൂളിന്റെ ക്വാളിറ്റിയും പോലെ ഇരിക്കും. അതായത് ഒരുപാട് പേർക്ക് ടോപ്പ് നല്ല മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി യു വിൽ ഹാവ് ടു സ്കോർ ബെറ്റർ. സോ അതുകൊണ്ട് നമുക്കൊരു ബെഞ്ച് മാർക്ക് വെക്കാൻ അൺഫോർച്ചുനേറ്റ്ലി ഒരുപാട് ഡാറ്റ ഇല്ല. പക്ഷെ ബാറ്റ് അത്യാവശ്യം നല്ല രീതിയിൽ കാറ്റ് പ്രിപ്പയർ ചെയ്തവർക്ക് ഈസിലി ക്രാക്ക് ചെയ്യാൻ പറ്റേണ്ടതാണ്. ഈ പാർട്ട് B ഓഫ് ബാറ്റിൽ ഇതാണ് വളരെ ഇമ്പോർട്ടന്റ്. അതിനകത്ത് കുറച്ച് കമ്പ്യൂട്ടർ സയൻസ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. സോ
കമ്പ്യൂട്ടർ സയൻസ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ അവർ തന്നെ ഒരു ഹാൻഡ് ബുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ ആ ഹാൻഡ് ബുക്കിൽ എന്തൊക്കെയാണ് ഈ പറയുന്ന ഒരു എക്സാമിൽ ചോദിക്കുക എന്നുള്ളതിനെ കുറിച്ച് കുറച്ച് സാമ്പിൾ ക്വസ്റ്റ്യൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ടാവും. പക്ഷേ അത് എക്സാം എഴുതിയ ആൾക്കാർ പറഞ്ഞത് വെച്ചിട്ടാണെങ്കിൽ അവർ ആ സാമ്പിൾ ക്വസ്റ്റ്യനിൽ കൊടുത്തിരിക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ ടഫ് ആയിട്ടുള്ള കുറച്ചുകൂടെ ഡെപ്തിൽ കമ്പ്യൂട്ടർ സയൻസ് നോക്കണം. അതായത് നിങ്ങൾ ഇതിൽ കോഡൊന്നും എഴുതേണ്ട ആവശ്യമൊന്നുമില്ല, പക്ഷെ അവർ ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് ലോജിക്ക് ചോദിക്കാം, അൽഗോരിതം ചോദിക്കാം. സോ ഒരു ഫസ്റ്റ് ഇയർ കമ്പ്യൂട്ടർ സയൻസിന്റെ ഒരു ബേസിക് പേപ്പേഴ്സ് അതുപോലുള്ള സാധനങ്ങളൊക്കെ നോക്കി വെക്കുന്നത് വിൽ ബി ഗുഡ്. ഡെഫിനറ്റ്ലി ബിസിനസ് അനലിറ്റിക്സ് പ്രോഗ്രാം ആയതുകൊണ്ട് എഞ്ചിനീയേഴ്സ് ആൻഡ് പീപ്പിൾ ഹു ആർ ഹാവിംഗ് വർക്ക് എക്സ്പീരിയൻസ് വിൽ ഹാവ് എ ഗ്രേറ്റ് അഡ്വാൻറ്റേജ് ഫോർ ഷുവർ. ബട്ട് നോൺ എഞ്ചിനീയേഴ്സ് ആർ ഓൾസോ ഫ്രീ ടു അപ്ലൈ. നിങ്ങൾ അവിടെ പോയിട്ട് വർക്ക് ചെയ്താൽ മതി. ബിസിനസ് അനലിറ്റിക്സ് ഒക്കെ ശരിക്കും യൂട്യൂബിൽ നോക്കി പഠിക്കാൻ പറ്റുന്ന സാധനങ്ങളാണ്. അപ്പോൾ ആ ബേസിക്സ് ഒന്നും നിങ്ങൾക്ക് വലിയ പ്രശ്നം ഒന്നും ഉണ്ടാവില്ല. ഇനി ഈ പാർട്ട് ബിയിൽ കമ്പ്യൂട്ടർ സയൻസ് കൂടാതെ കുറച്ച് ബേസിക് മാത്സ് വിച്ച് 9th 10th ലെവൽ മാത്സ് ആണ്. അപ്പം മെജോറിറ്റി നിങ്ങളുടെ കാറ്റിന്റെ പ്രിപ്പറേഷനിൽ ഓൾറെഡി കവേർഡ് ആണോ എന്ന് ബ്രഷപ്പ് ചെയ്താൽ മതി. ബട്ട് ഓൾസോ കമ്പ്യൂട്ടർ സയൻസ് ക്വസ്റ്റ്യൻസ് കുറച്ച് നോക്കേണ്ടി വരും. ആൻഡ് ദെൻ ഇറ്റ്സ് എ പേഴ്സണൽ ഇന്റർവ്യൂ ആൻഡ് തിങ്സ് ലൈക്ക് ദാറ്റ്. സോ ഈ ഒരു ബി സ്കൂൾ ഞാൻ മൊത്തം നോക്കിയിട്ട് ഞാൻ എന്തെങ്കിലും മിസ് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ബട്ട് ദെൻ കിട്ടാവുന്ന മാക്സിമം ഇൻഫർമേഷൻ കളക്ട് ചെയ്ത് വെച്ചിട്ട് അക്കാഡമിക്കലി അത്ര ഇപ്പൊ നിങ്ങളൊരു ഭയങ്കര എന്താ പറയുക ഒരു ടോപ്പ് 10 ബി സ്കൂൾസിൽ പോകുന്ന പോലത്തെ അത്രയും ഹസിലും മറ്റതൊന്നും അവിടെ കാണില്ല. പക്ഷെ ബിറ്റ്സിന്റെ ഇറ്റ്സ് an amazing campus, good brand to be attached with, and if you don't have an year and if you still want to land in a decent B school, then this is a good option. So BAT എന്ന് പറയുന്ന എക്സാം നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. സോ ഇത്രയാണ് ഈ വീഡിയോയിൽ എനിക്ക് പറയാനുള്ളത്. സോ ബിറ്റ്സിൽ ഒരു MBA, ഐ എം നോട്ട് ടോക്കിംഗ് അബൌട്ട് അഗൈൻ ബിറ്റ്സ് പിലാനിയിൽ നിങ്ങൾക്ക് ഒരു MBA in ബിസിനസ് അനലിറ്റിക്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വിത്ത് എ ഡീസെന്റ് ROI, വിത്ത് എ ഡീസെന്റ് ബ്രാൻഡ് ഇൻ എ ഗുഡ് ക്യാമ്പസ്, this is a great option for you. So thanks a lot for watching my video. Bye bye.